എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലോട്ട് സ്വാഗതം. അപ്പോൾ രാവിലെ നമ്മുടെ കുറ്റൂട്ടൻ ഓടി പെരക്കാത്ത് കയറിയേക്കാണ്. അവനിങ്ങനെ സ്വാതന്ത്ര്യത്തോടു കൂടി ഇവിടെ നടക്കുക കേട്ടോ. പുറത്താക്കി കഴിഞ്ഞാൽ അവൻ ബാക്കിൽ കൂടി വരും. ബാക്ക് തുറക്കാൻ നോക്കിയിരിക്കും കേട്ടോ. അവൻ എവിടെയാ ഗ്യാപ്പെന്ന് നോക്കിയിട്ട് കയറാൻ നടക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്കും രസമാണ് ഈ മഴയത്ത് പുറത്തൊന്നും പോകാനില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കും ഇവനായിട്ട് കളിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമുണ്ടോ. കുഞ്ഞൂട്ടൻ പോയി ചേച്ചീനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു കേട്ടോ. കുഞ്ഞൂട്ടൻ കുറേ നേരമായി ബെഡ്റൂമിൽ കയറി ഇറങ്ങി നടക്കണേ. അപ്പം വാവച്ചി എഴുന്നേറ്റ് പോന്നു. ഇതാ എൻ്റെ കൂട്ടുകാരി കൂട്ടുകാരി നീ എന്താ നോക്കണേ? കുഞ്ഞൂട്ടനൊന്നും വേണ്ടല്ലോ. താൻ ഈ മുടി കെട്ടി വെച്ചിട്ട് കിടക്കുന്നേ രാത്രി മുകളിലോട്ട്? ഇങ്ങനെ കിടക്കാൻ ഇഷ്ടം മുടി കഴിച്ചിട്ട്? അത് ശരി. എന്താ എടുക്കണേ ഇവിടെ? നക്കണോ? പോയേ തിന്നണുണ്ടല്ലോ. കടിച്ചു വെച്ച് തുണിയൊക്കെ കടിച്ചു വെച്ചിന്ന. പുറത്തോട്ട് പോടാ കുഞ്ഞൂട്ടാ. ഗേറ്റ് അടച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ പുറത്തോട്ട് പോകട്ടോ. ഇടാ നിനക്കെന്താ ഇവിടെ പരിപാടി? പുന്നായിരിക്കാൻ വന്നേക്ക അവരച്ഛനാ കൂട്ടോ. അത് പക്ഷെ ഇവനെ നമുക്ക് ആദ്യം ഉണ്ടായ പശുക്കുട്ടികളുടെ പോലെ ആക്റ്റീവ് അല്ല അല്ലേ? ആദ്യം ഉണ്ടായ പശു നമ്മൾ ഇരിക്കണൊക്കെ കണ്ട പുറത്തൊക്കെ കൈ കയറ്റി വെക്കൂലായിരുന്നോ? നല്ലതായിരുന്നു. ഇവന് അത്രയ്ക്ക് അങ്ങയുടെ ഒരു ഇതില്ല. അവരായിരുന്നു രസം. ഇവനത്ര ഒരു കാണിക്കണ്ട. കണ്ണനെ പിടിച്ച് കടിക്ക്. കണ്ണനെ നോക്കണ്ടല്ലോ. പുറകോട്ട് പോണോ? മാക്കാനേ പോവാ. വള്ളി അഴിച്ചിരുന്നോ അതിന്? കണ്ടമോനെ ഗുഡ് നൈറ്റ്. നല്ല സുഖമല്ലേ മഴയത്ത് ഇങ്ങനെ കിടന്നുറങ്ങാൻ? ഇന്ന് ആരാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണേ? ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത്? ആരാ ഒരു ചേഞ്ച് ആഗ്രഹിക്കും? ലൂസ് മോഷൻ ആണെന്ന് പറ്റി? ഇന്നലെ മുട്ട എന്തൊക്കെ ഉണ്ടായി? സാമ്പാറ്, പിന്നെ ചെറുപയർ ഒലത്തിയത്, മുട്ട വറുത്ത് കഴിച്ചു. പിന്നെ എന്തുവായിരുന്നു? അത്രയൊക്കെ മതി. എല്ലാ ദിവസവും ഒരു നമ്മുടെ പോഷായിട്ടൊക്കെ കഴിക്കാൻ പറ്റുമോ അല്ലേ? മിനിഞ്ഞാന്ന് ഷവർമ ഉണ്ടാക്കി കഴിച്ചു. ഇല്ലേ? അതൊക്കെ മറന്നുപോയി. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്നല്ലോ. അടുത്ത ദിവസം പിന്നെ ആകെ ഒരു സാധാരണ കടയിൽ പോയ ഒരു ഷവർമയല്ലേ കഴിക്കാറുള്ളൂ നമ്മള്. 2 ഷവർമ വെച്ച് കഴിക്കാറില്ലല്ലോ. ഒരു ഷവർമ കഴിച്ചില്ലായിരുന്നു എല്ലാവരും? ഓരോ ഷവർമ വീതം ഉണ്ടാക്കി. അത് നല്ലതായിട്ട് അതിനകത്ത് ചിക്കൻ പീസൊക്കെ ഇട്ട്. സാധാരണ കടയില് ചിക്കൻ പീസും കുറെ ക്യാബേജും ഒക്കെ ഇരിക്കുള്ളൂ. നിങ്ങളൊക്കെ കിടക്കുന്ന കണ്ടിട്ട് എനിക്കും കിടന്ന് ഉറങ്ങാൻ തോന്നുന്നു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഞ്ഞിയും പയറും ആക്കിയാലോ? ഓ പണിയുണ്ട്. അങ്ങനെയാ? അതെന്താ? രാവിലെ എന്താ ഉണ്ടാക്കിയ? പൊറോട്ട ഉണ്ടാക്കണോ അതോ പുട്ടുണ്ടാക്കണോ? ഞാൻ പച്ചരി ഇല്ലാത്തോണ്ടാണ് മാവ് ദോശ.
അതായിരുന്നു സ്വപ്നം. കള്ളത്തരം ശരിക്കും. കണ്ണപ്പ അല്ല, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണെന്ന് ആരാ? അച്ചായാണോ? ഇന്ന് അമ്മക്ക് റെസ്റ്റ്. ഇന്ന് എല്ലാരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കോളൂ. ഇന്ന് അമ്മക്ക് റെസ്റ്റ്. അയ്യാ അപ്പൊ അമ്മക്ക് ഏത് ദിവസം റെസ്റ്റ്? ഫെബ്രുവരി 31. എടാ ഭയങ്കര. ആ ചേച്ചിമാരുണ്ടാക്കും, അക്കച്ചിയാണ് ഉണ്ടാക്കണേ. എന്നൊക്കെ വേട്ടെ അക്കച്ചിയുടെ ബ്രേക്ക്ഫാസ്റ്റ്. എന്തിനാ കരയണ? എന്തിനാടാ കരയണ? ആ പേട ഉണ്ടാക്കി കൊടുത്തടാ കുഞ്ചപ്പന്. എന്ത് കിട്ടിയത്? ചക്ക വീട്. ആലോചിക്കണേ, ഇനി പുറത്തോട്ട് പോ. മതി കളിച്ചത്, പോയിക്കോളൂ. പുറത്തോട്ടാക്കി വാവേ. ചെല്ല് പുറത്തോട്ട് പോ. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ആളെ കിട്ടിട്ടോ. ആളെ തപ്പി ഞാൻ ഇരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഒരാളെ കിട്ടി. പിന്നെ അവർക്കൊക്കെ അവരുടെ ഇഷ്ടത്തിനുള്ള പൊറോട്ട തന്നെ മതി. അപ്പൊ അതുകൊണ്ട് ദേ കുഴക്കുന്നുണ്ട് ആളെ. എന്തൊക്കെ ആക്കുമെന്ന് അറിയില്ല. എന്തായാലും എൻ്റെ ഒരു ഹെൽപ്പ് കൂടി വേണ്ടി വരും. ഉള്ളതിൽ ഏറ്റവും ചെറുതായി പോയി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ കിട്ടിയ ആള് അല്ലേ? ഹലോ, എന്താണോ? തനിക്കറിയാമോ ഇതൊക്കെ ഉണ്ടാക്കാൻ? താൻ എങ്ങനെ ഉണ്ടാക്കാൻ പോണേ? താനുണ്ടാക്കിക്കോളണം ഇന്ന് എങ്ങനെയായാലും. ഇന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഇന്ന് ഉണ്ടാക്കാം. അത് വെള്ളം ഒഴിക്കണോടോ? വെള്ളം ഒഴിക്കണം, ഓയിൽ ഒഴിക്കണം. ഉപ്പുണ്ടാകാനൊക്കെ നോക്കണം. നോക്കാൻ പറഞ്ഞ വായിലോട്ട് അങ്ങനെ തന്നെ എടുത്ത് വെക്കാല്ലോ പറഞ്ഞേ. മതി കേട്ടോ, ഇനി ഉപ്പ് നോക്കണ്ട കേട്ടോ. ഉപ്പൊക്കെ ഉണ്ടാവും ആവശ്യത്തിന്. ഞാൻ വെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഓയിൽ ഇത്തിരി ഒഴിക്കും. ഒരു 2 സ്പൂൺ കണക്കാക്കി ഒഴിക്കും. കുറച്ചുകൂടി ഒഴിച്ചോ. മതി മതി. കുഞ്ചപ്പാ, നമ്മുടെ ഇലക്ട്രിക് വണ്ടിയുടെ ബാറ്ററി. ഇത് പുതിയ തരം ബാറ്ററി ആണല്ലോ. ഇത് എന്തിന്റെ ബാറ്ററി? ഇത് ഇലക്ട്രിക്കാ. ഈ ഒരു ബാറ്ററി മാത്രം മതിയാ അതിന്? വേറെ കൊറേ വേണ്ട? കൊള്ളാലോ. ലിഥിയം ബാറ്ററി ആണ്. ലിഥിയം ഈ ഒരു ബാറ്ററി സെറ്റ് ഉള്ളൂ. മറ്റേ റിമോട്ടിന്റെ ബാറ്ററി അല്ലേ? ലിഥിയം ഇത് നമുക്ക് നല്ലതാണല്ലേ. മറ്റേത് എത്രണ്ണം കൊണ്ട് പാക്കേജ്? എത്രണ്ണോ 6 ഓരോ ചെറിയ ചെറുത് അല്ലേ? കൊള്ളാം. അപ്പൊ ഇതിപ്പോ കൊണ്ടുപോയി കൊടുക്കണോ? അപ്പൊ നമ്മള് പുതിയ ബാറ്ററി വാങ്ങിച്ചത്. ഇത് എത്ര രൂപയിൽ ഇതിയ ബാറ്ററി? 36 രൂപയാ. എൻ്റെ അമ്മ. മറ്റേതാവുമ്പോഴോ? പക്ഷെ ഇതിന് 2 വർഷം ഗ്യാരണ്ടി ഉണ്ടെന്നുള്ളേ. എന്തായാലും നോക്കാം. ഇതിന് മുന്നേ നമുക്കൊരു വണ്ടി ഉണ്ടായതല്ലേ ലിഥിയത്തിന്റെ? കുറെ നാള് 2-3 വർഷം 5 വർഷം ഉപയോഗിച്ചു. കൊണ്ടുവന്ന് വെക്കുമ്പോ എന്ത് വെയിറ്റാ? ഓ നമ്മുടെ പൊറോട്ട ഇന്ന് ഉണ്ടാക്കുന്നത് പൊറോട്ട മാസ്റ്റർ അല്ലാത്ത പൊറോട്ട ഹെൽപ്പറാണ്. മാസ്റ്റർ ആണ്. പൊറോട്ട പിറ്റ എന്തായാലും കൊള്ളല്ലേ പൊറോട്ട. നിങ്ങളുടെ പൊറോട്ട നോക്കൂ. നല്ല സൂപ്പറാണ്. അതേ ലെയർ പൊറോട്ട ഉണ്ടോ? ഇതുപോലെയൊക്കെ ലെയറായിട്ട് പൊറോട്ട കിട്ടുന്നത് അതുപോലെ തന്നെ കിട്ടി നമുക്കും. എങ്ങനെയുണ്ട് അഭിപ്രായം പറഞ്ഞേ? കണ്ടാന്നില്ല. അത് സാധാരണ കഴിക്കാറുള്ളതിന്റെ കാര്യമാണ്. അതേമാതിരി അയ്യോ ഞാൻ ആ പരിപാടിക്കില്ലേ, മതിയായതാണ്. എന്തായാലും പൊറോട്ട എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഈ പച്ചരി ഇല്ലാത്തതുകൊണ്ട് പിള്ളേരുടെ ഒരു സന്തോഷത്തിന് എന്നും പുട്ട്. ഇന്നലെ പുട്ടായിരുന്നു. മിനിഞ്ഞാന്ന് പുട്ട്. പൊറോട്ട ഉണ്ടാക്കി മറന്നുപോയാപ്പാ. ഇടിയപ്പം ഉണ്ടാക്കിയായിരുന്നു. പൊറോട്ട ഉണ്ടാക്കി. ഒരു ദിവസം പോയി പൊറോട്ട ഇടിയപ്പം ഉണ്ടായിരുന്നു.
മോനെ അപ്പോ എന്താ നമ്മളിങ്ങനെ മടക്കി ഒന്നുകൂടെ തേക്കും ഇതുകൊണ്ട് പരത്തും ഇട്ടോ നമ്മളിങ്ങനെ പരത്തി മറച്ച് തിരിച്ചിട്ട് പരത്തരുത്. ആ ഒരു ഇതിൽ തന്നെ പരത്താവും. നമ്മുടെ പൊറോട്ട നമ്മള് ഓയിൽ ഒഴിച്ചു കൊടുക്കും. ഓയിൽ ഒഴിക്ക്, കമച്ചൊഴിക്കും ഓയില്. തേക്കളത് ഒഴിച്ചോടേ എന്തേ ഇങ്ങനെയൊക്കെയല്ലോ പഠിക്കണേ. എന്തിനാ പറയണു? എന്തിനപ്പി ഇത്? അയ്യേ എടാ അപ്പി എന്ന് പറഞ്ഞാൽ അപ്പി മാത്രമല്ല, അപ്പി ഒരു ഭാഷയുമാണ്. ട്രിവാൻഡ്രത്ത്. ഇത് തൃശ്ശൂരാ. എന്തൊരു തേങ്ങ കാണിക്കണേ. പൊറോട്ട സൂപ്പറാ. എന്താണ് താഴേന്ന് പറഞ്ഞാ? നല്ലതാ. ഓ വാവ കുളിച്ചുല്ലോ. വാവ അമ്പലത്തിൽ പോവാണല്ലേ? ഞങ്ങളിന്ന് അമ്പലത്തിൽ പോവാണ്. അതിന്റെ ഇടയ്ക്ക് കുറെ പരിപാടിയുണ്ട്. വണ്ടിയൊക്കെ നന്നാക്കാൻ കൊടുക്കണം. ഉപ്പ് കുറവാണോ? ഫോർച്യൂണർ എടുക്കണം പോയിട്ട്. എന്ത് ഇടക്കരിഞ്ഞട മണ്ടാ മാറ്റ്. എന്നാ അനിയ മണ്ടാന്ന് വെച്ചിട്ട് മണ്ടനായിട്ട് ഈ മണ്ടനെ ചവിന്ന് നടക്കേണ്ട വരും. അവിടെ ബുദ്ധിമാനേ വിളിച്ചോ. എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ സൂപ്പർ. ഒരാള് ഇതേ കഴിക്കാൻ പോണു. എങ്ങനെയുണ്ട് നോക്കൂ. പറയൂ പറയൂ. നമ്മുടെ പൊറോട്ട എങ്ങനെയുണ്ട്? ഇല്ല കേട്ടോ. ഞാൻ ഇതിനു മുന്നേ എപ്പിസോഡിൽ ഇങ്ങനെ പറഞ്ഞു. എന്നെ എല്ലാരും എന്റെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു മൈദാപ്പൂർന്ന്. പക്ഷെ ഇത് പൊറോട്ടയുടെ ടേസ്റ്റ് ആണോടി? പൊറോട്ടയുടെ പോലെ തന്നെയില്ലേ? ഇത് ഈശ്വരന് അപ്പേക്ക് അതിന്റെ ഇടയിൽ വരും. നല്ല പോലെ നല്ല പൊറോട്ടയാണെന്നറിയാമോ? കറക്റ്റ് പൊറോട്ടയുടെ പോലെ അല്ലേ നോക്കി. ഞാൻ കഴിക്കണം. എവിടെ പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് പോണോന്ന് പറഞ്ഞു. അതെ ഗൈസ്, ഞങ്ങൾ അച്ചാമ്മയുടെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയിലുള്ള അങ്ങനെയാലും ഇങ്ങനെയാലും അങ്ങനെയൊക്കെ തന്നെ താമരപ്പടം താമര മുങ്ങിക്കിടക്കും. വിശാലമായ കടൽ പോലെ കിടക്കുന്നു. അതെ ഗൈസ്, താമരപ്പടം ഗൈസ്, താമരപ്പടം. അമ്മ തൊട്ടെടുക്കണേ കാറിന്റെ എ സിയാ. അപ്പോ നമ്മള് മൊത്തത്തില് മീൻ പിടിക്കാൻ സുഖായിട്ട്. വണ്ടി കംപ്ലൈന്റ് വരുമോ? പിന്നെ നമ്മുടെ ഫിഗോ പോയിട്ടുള്ളല്ലേ ഇവിടെ. ചേട്ടാ പതുക്കെ പോണല്ലേ നല്ലത്. എഞ്ചിനിലല്ലേ സീനുള്ളൂ. ഭയങ്കര ഏത് എന്റെ പോലെ സൈഡ് അടിച്ചെടുത്തേ. വെള്ളത്തിൽ കൂടി പോണ ഇപ്പൊ ബോട്ടിൽ കൂടി പോണ റോഡ് ഇത്ര ഉള്ളൂ കൊണ്ടാ. ഹലോ, നമ്മള് റോട്ടിൽ കൂടിയാണ് പോണേ. പക്ഷെ സൗണ്ട് കേട്ടോ, സൗണ്ട് കേട്ടോ. വെള്ളം കഴിഞ്ഞിട്ടില്ല. പക്ഷെ അധികം വെള്ളമില്ലടാ. വെള്ളമുണ്ടാ? ആ ചില ഭാഗങ്ങളില് പൊങ്ങി നിൽക്കണ, ചില ഭാഗങ്ങൾ താന്ന് നീന്തി കുളിക്കാൻ തോന്നുന്നു കണ്ടിട്ട്. ഇതെന്ത് ഏത് സ്ഥലത്തിന്റെ പേരെന്താ? താമരക്കടവ് പാടം. താമരപ്പാടം. എന്ത് പിന്നെ കുണ്ടോടിക്കടവാ? കുണ്ടോടിക്കടവ്. വള്ളം ചേർന്ന് നല്ല രസം നീന്തി പോകുമ്പോ അല്ലേ? ദൈവം ശരിക്കും വലിയണില്ലല്ലോ ചേട്ടാ. ശരിക്കും അയ്യോ അവരൊന്നും നനയോ? ശരിക്കും ബോട്ട് പോണോരല്ലേ? അവരതിനെ മണ്ടക്ക്
അതിന്റെ ബമ്പർ പൊളിഞ്ഞു. അതിന്റെ നമ്മുടെ വണ്ടി നോക്കിയൊന്ന് ആ ചേട്ടനും അച്ഛനെ പോലെ പേടിച്ച് ഇതൊക്കെ നിൽക്കുകയായിരുന്നു. പോണോ വേണ്ടോ എന്ന് ആലോചിച്ച് നിൽക്കുക. അച്ഛൻ ഇത്രയും വലിയ വണ്ടി ഇട്ടിട്ട് പേടിച്ചിക്കണ എല്ലാരും നോക്കുക കേട്ടോ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോ വണ്ടിക്ക് താഴത്തോട്ട് പോയാ എന്താണ് എന്തോ പറയണ്ടല്ലോ. എന്താ ചളങ്ങിയാ? പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നമ്പർ പ്ലേറ്റൊക്കെ ചെറുതായിട്ട് വളഞ്ഞ് കുഴപ്പമൊന്നുമില്ല. മൊത്തം വെള്ളമാണ് അവിടെ. നമ്പർ പ്ലേറ്റ് ശരിക്കും ചളങ്ങിയാ? അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞ് എന്തെങ്കിലും അവിടെ വണ്ടികളൊന്നും ഇല്ലായിരുന്നാ മതി. നമ്മളും ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം 800 എടുക്കാൻ പോയെന്ന് ഓർമ്മില്ലേ? ആലുവയിലോട്ട് അത് വെള്ളപ്പൊക്കത്തിന്റെ സമയത്താണ്. ശരി, അന്ന് നമ്പർ പ്ലേറ്റ് പോയി പറഞ്ഞു പോയില്ലേ? ബമ്പറിന് എന്തൊക്കെ പറ്റിയത് ക്ലാസ് വന്നെടുത്തു. ഭയങ്കര മഴയത്താട്ടോ നമ്മുടെ യാത്ര ഇന്നത്തെ. പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ ഓടിക്കയറുന്നത് ഫാമിലോട്ടാട്ടോ. അപ്പൊ സമയം 4:30 കറക്കുന്ന പാല് കൊടുക്കുന്ന സമയമായി. ഓടി വേഗം ഫാമിലോട്ട് കയറി പശുക്കളെ കറക്കണതാണ്. ഇത് നമ്മുടെ ചേട്ടായിമാരുള്ളതുകൊണ്ട് വേഗം പശുക്കളെ കഴിച്ചു കഴിഞ്ഞു. തീറ്റ കൊടുത്തു, കറക്കാനിരുന്നു. ആലുവയ്ക്ക് 1.5 ദിവസമാണ് കൊടുക്കുന്നത്. അപ്പം 1.5 ദിവസം കൊടുക്കുമ്പോൾ നമ്മൾ 2 പശുക്കളെ ഉണ്ടാ 1.5 കറക്കണത്. നാളെ ഇനി എല്ലാ പശുക്കളെയും 5 പശുക്കളെയും കറക്കും. അല്ലാത്ത ദിവസം 2 പശുക്കളെ കറക്കുള്ളൂ. പിന്നെ ഈ പശുക്കളുടെ പ്രത്യേകതയാണത്, HF ജേഴ്സി പശുക്കളൊക്കെ ആണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും കറന്നില്ലെങ്കിൽ ഇവർക്ക് അകിടിന് കംപ്ലൈൻ്റ് ഒക്കെ വരും. ഇതിപ്പോൾ കറന്നില്ലെങ്കിലും ഇവർക്ക് അകിടിന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ സൗകര്യത്തിൽ ഇപ്പോൾ ഒരു പ്രാവശ്യം അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ പറ്റിയില്ല. അന്ന് എല്ലാവരും വിളിച്ച് പറഞ്ഞ് പാലില്ലാന്ന്. പശുക്കളന്ന് കറന്നുമില്ല കേട്ടോ. അപ്പോൾ മറ്റു പശുക്കൾ അങ്ങനെയല്ല. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ടോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ല, ഹോസ്പിറ്റലിൽ ഡോക്ടറെ വിളിച്ച് മരുന്നൊക്കെ വാങ്ങിക്കേണ്ട അവസ്ഥ വന്നേനെ. ആ പശുക്കളെന്ന് പറയുമ്പോൾ ഒരു സമയമുണ്ട്. ആ സമയം കറക്റ്റ് സമയത്ത് തന്നെ കറക്കണം. അല്ലെങ്കിൽ അപ്പം തന്നെ പണി കിട്ടും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലാണെങ്കിലും ആർക്കെങ്കിലും വയ്യായ്ക വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരെയും ബാധിക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ഫാമിൽ. നമ്മുടെ വീട്ടിലുള്ള പശുക്കൾക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കറക്റ്റ് സമയത്ത് മരുന്ന് കൊടുക്കുക, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. പക്ഷേ നമ്മളിപ്പോൾ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നമ്മുടെ പശുക്കൾക്ക് യാതൊരു അസുഖമൊന്നും ഉണ്ടാവാറില്ല. ഇവർക്ക് മെയിനായിട്ട് നമ്മൾ നോക്കാറ് ഹീറ്റ് കാണിക്കണുണ്ടോ. ഹീറ്റ് കാണിച്ച് 2-3 ദിവസം ആകുമ്പോൾ കുത്തിക്കുക. അതിനുള്ള ഏതെങ്കിലും ദിവസം നമ്മൾ സെമൺ ഇഞ്ചക്ഷൻ ചെയ്താൽ മതി. അല്ലാതെ വേറെ ഒന്നും നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഇതുവരെ കുളിപ്പിക്കലാണെങ്കിലും നമ്മൾ വേനൽക്കാലത്ത് നമ്മൾ ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ മോട്ടർ അടിച്ച് പുറത്ത് ഫ്രണ്ടിൽ നിർത്തി മോട്ടർ അടിച്ച് വെറുതെ ഒന്ന് നനച്ച് വിടും. പക്ഷെ അവർക്ക് കുളിക്കുന്നത് ഇഷ്ടമല്ല മെയിനായിട്ട്. അപ്പോൾ അവർ പിന്നെ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല, ഫുൾ ടൈം മഴയത്താണല്ലോ. അപ്പോൾ 1.5 ദിവസം ഞങ്ങൾ 2 പശുക്കളെ കറക്കുള്ളൂ. അപ്പം അല്ലെങ്കിൽ എല്ലാ ദിവസവും കറന്നു കഴിഞ്ഞാൽ രാവിലത്തേക്ക് പാലുണ്ടാവില്ല കൊടുക്കാനായിട്ട്. അപ്പോൾ പിറ്റേ 1.5 ദിവസം വരുമ്പോൾ ചില ദിവസം ആളുകൾക്ക് പാലെല്ലാവർക്കും കൊടുക്കാനുണ്ടാവില്ല. അപ്പോൾ പിറ്റേ ദിവസം അന്നത്തെ വൈകുന്നേരത്തെ പാല് കൊടുക്കും കേട്ടോ, കൊടുക്കാം എല്ലാവർക്കും തികയാത്തവർക്ക്. ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവുകയാണ്. എനിക്കിപ്പോൾ പെട്ടെന്ന് പശുക്കളൊന്നും കേട്ടനില്ല. എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണോണ്ടേ. നീ അവിടെ കാണിക്കൂടണുണ്ടോ? എന്തോ കാണിക്കണോ അവൻ? അങ്ങനെയൊക്കെ തിരിയുമ്പോൾ അവൾക്ക് അറിയില്ല. ആ കൊമ്പൊന്നും കേട്ട് കൊള്ളരുതേ. പശുക്കൾക്ക് അറിയില്ല. അവളെ നന്ദിനീൻ്റെ അടുത്തിരിക്കും, ശ്രദ്ധിക്കണം. അവളുടെ കൊമ്പ് കേട്ട് കൊള്ളരുത്. അതെന്താ കത്താതിരുന്ന്? അവളോട് വൈക്കോലും വേണ്ടിടാൻ പറഞ്ഞു. എന്നിട്ട് അവളത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു പോയി. അപ്പോൾ ലൈറ്റർ എന്ത് ചെയ്യും?
അവര് നമ്മളെ പശുവിനെ വാങ്ങിയത് അവര് കിട്ടുന്ന അതിരിക്കാണ്. പുകച്ചില്ലല്ലോ അവേ, കത്തിട്ട് പോയല്ലത്. അത് കത്തിച്ചിട്ട് 2-3 മണിക്കൂർ അതിന് മീതെടുത്ത് വെക്കണം. യാത്രയൊക്കെ കഴിഞ്ഞ് വന്നാലും ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഫാമിലോട്ട് ഓടി കയറിയാലേ നമ്മുടെ പണി തീരുള്ളൂ. ഇന്ന് പിന്നെ 2 പശു ഉള്ളത് കൊണ്ട് സമാധാനം. 2 പശുവിന് മാത്രം കറങ്ങാൻ മതി. പക്ഷെ എന്റെയൊക്കെ ചെറുപ്പത്തിലേക്ക് ഉണ്ടല്ലോ, എവിടെയെങ്കിലുമൊക്കെ യാത്ര കഴിഞ്ഞ് വന്നാലുണ്ടല്ലോ കുഞ്ഞപ്പ, അപ്പൊ ഓടിപ്പോയി കിടക്കും. ഭയങ്കര ക്ഷീണോ ഭയങ്കര കാലുവേദനയൊക്കെ ആയിരുന്നു. ഇപ്പൊ ഒരു കാലുവേദന ഇല്ല, ഒന്നുമില്ല. നമുക്കുണ്ടാവുന്ന ഓരോ മാറ്റങ്ങളല്ലേ. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയുള്ള ലൈഫ് എന്ന് പറയുന്നുണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എപ്പോഴും എൻജോയ് ചെയ്യേണ്ട അതാണ് ശരിക്കും. ഈ ലൈഫ് എൻജോയ് ചെയ്യുന്ന ഇതും എൻജോയ്മെന്റ് തന്നെയാണ് കേട്ടോ. അത് വേറെ കാര്യം. ഇത് നമുക്ക് ഉത്തരവാദിത്തങ്ങളായി. നമുക്ക് ആ ചെറുപ്പത്തിലെ ബാല്യത്തിലെന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങളില്ല. ഉണ്ടാക്കി വെക്കണ, കഴിക്കുക, സമാധാനമായിട്ട് കിടന്നുറങ്ങുക. അന്നത്തെ ഒരു ടെൻഷൻ പഠിക്കാൻ പോകുന്ന ടെൻഷനാണ് അല്ലേ ഇല്ല. ഭയങ്കര കള്ളിയാണ്ട് ഇവള് പാല് വെച്ച് തരില്ലേപ്പാ. എന്റെ മോന് വേണ്ടി അവള് പാത്ത് വെക്കും അല്ലേടി, ഒന്നും അറിയാത്ത പോലെ നിക്കണുണ്ടാ. വീട്ടിൻ്റെ അരി എന്റെ പാല് മുഴുവൻ ചുരുക്കിച്ചിട്ടാ വിടുന്നില്ല. ഇതിലാ ഇവർക്ക് എന്തോരം പാല് കിട്ടണമെന്ന് ഇടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് ചോദിക്കാറുണ്ട്. നമുക്ക് പാല് ശരിക്കും പറഞ്ഞാൽ നമുക്ക് 2 നേരവും കൂടി ഒരു 4.5 ലിറ്റർ പാലൊക്കെ കിട്ടും കേട്ടോ. ഇവള് കള്ളിപ്പെണ്ണ അവളെ മോർണിംഗ് ഇങ്ങനെ സ്വരുക്കൂട്ടി വെക്കണോണ്ടാണ്. എന്നാലും ചില സമയത്ത് ഇവള് മറന്നു പോകും, വിട്ടുകളയും. അപ്പൊ നമുക്ക് രാവിലെ നമുക്കൊരു 2.5-2.25 ലിറ്ററൊക്കെ പാല് തന്നിട്ടുണ്ട്. ഇപ്പൊ അവള് കുറച്ചിട്ടുണ്ട്. ശരിക്കും അവള് സേവ് ചെയ്യുന്നുണ്ട് അവള് മോന് വേണ്ടി. അവൾക്ക് മനസ്സിലായി കറന്നെടുക്കാന്നുള്ളത് അല്ലേ. ഇപ്പൊ ഒരു 2.5 ലിറ്റർ പാല് രാവിലെ കിട്ടും, ഒരു 2 ലിറ്ററോളം വൈകുന്നേരം കിട്ടും നമുക്ക് അല്ലേ. ഇതൊക്കെ നല്ല ചുണ്ടിരി പെണ്ണാണ്. പാല് മുഴുവൻ കുടിച്ചാണോടാ. നീ ഇത്തിരി പാല് കുടിച്ചിട്ട് പോയിക്കോ. ഇനി നിന്നെ കുടിപ്പിക്കില്ല. മതിക്കോ മതി. ഇത് തീറ്റ കഴിച്ചാൽ മതി, പാല് കുടിക്കണ്ട. ഞങ്ങൾക്ക് പാല് വേണ്ടേ. കുടിക്കോ മാറ്റിക്കോ മോനെ, മാറ്റിക്കോ. ഇന്ന് കുടിക്കണ്ടാവും. പാല് തെറ്റി കഴിയുമ്പോൾ ഇതുപോലെ അങ്ങോട്ട് കാമ്പൊക്കെ അങ്ങോട്ട് വീഴ്ത്തു വരും. അപ്പോൾ അവനെ മാറ്റിക്കൊള്ളണം. നിറമുട്ട തിരുമൂടി ചൂടും മുറുണ്ടാ ഞാൻ തൊഴുന്നേ അഴകേറും തൊടുകൂറി അണിഞ്ഞോരു തിരുനെത്തി അതിൽ നിന്നേ പുരികവും
ഞങ്ങളെ പഠിപ്പിച്ചു തുടങ്ങി. അത് ഞങ്ങളെ പഠിപ്പിച്ചു തുടങ്ങി. ഏ? അത് ഞങ്ങളെ പഠിപ്പിച്ചു തുടങ്ങി എവിടെ? സോമത്തില്. അതെ, ഇതുപോലെയാണോ ട്യൂണ്? അല്ല, കുറച്ച് വ്യത്യാസം ഒന്ന് പാടി. പഠിപ്പിച്ചു തുടങ്ങിയിട്ടുള്ളൂ. കാണാപ്പാടം അറിയത്തില്ല. അതറിയാൻ പറ്റുമല്ലോ. ഞാൻ എപ്പോഴും പാടുന്നല്ലേ. ലിറിക്സ് എനിക്കറിയാം. നമ്മൾ പറഞ്ഞ പോലെ അറിയത്തുള്ളൂ. അവരുടെ ഒരു ഇച്ചിരി വ്യത്യാസം ഉണ്ടോ? അപ്പൊ ആ പാട്ടാണ് ഈ പ്രാവശ്യം പുതിയത് പഠിപ്പിച്ചത്. ആ, അത് പഠിപ്പിക്കണ്ട്. വേറെ ഒരെണ്ണം പഠിപ്പിക്കണ്ടേ? രണ്ടും കൂടി. ഒന്ന് പാടി. ഏത് ഈ പ്രാവശ്യം പഠിപ്പിച്ചത് ഇപ്പൊ പഠിപ്പിക്കുക? നല്ല ഇഷ്ടമതിയാ. നാലുപേരി ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് കേൾക്കട്ടെ. ഈ പാടി. പ്രളയ പയോധി ജലേ ഹരേ കൃഷ്ണ ധൃതവാനസി വേദം വിഹിതവഹീത്ര ചരിത്രമഗേദം വിഹിതവഹീത്ര ചരിത്രമഗേദം കേശവധൃത മീനശരീര ജയ ജഗദീശ ഹരേ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ. ഇത്രേ ഉള്ളൂ. മാവേ, മാമ ഒരു പാട്ട് പാടാമോ സോമാനത്തിന്റെ? ഇല്ലേ, ഒന്നും അറിയില്ലല്ലേ? എന്ത് പോണല്ലേ പാടാൻ പഠിക്കുന്നുണ്ട്. പിന്നെ തന്നെ ഫീസ് കൊടുത്ത് പഠിപ്പിക്കണ എന്തിനാണ്? ഒരു സോപാനത്തിന് ഒരു 4 പേര് പാടാൻ പറ്റില്ലേ? ഇന്ന് നിർത്തിക്കോട്ടാ. അപ്പൊ വീട്ടിൽ നിർത്ത് പാലായിട്ട് പോണല്ലേ? കേമത്തി ഇനി അവനെ കുടിപ്പിക്കണ്ടാ. കെട്ടിക്കോ, അവന് തീറ്റ വെച്ച് കൊടുത്തത്. എത്ര പേർക്ക് പാലുണ്ടായിരുന്നു കൊടുക്കാത്തവരാ? 1 2 വരമണ്ഡല പരിമണ്ഡിത ഗുരുമന്ദിരവതിയാൻ കലരുന്നൊരു നല ജീവിത വിവരീവുക ശിവനെ മലസായക മധുസൂദന മധുസൂദന നെയ്ത മരണാനവതരണ പ്ലവമരുണാംബുജ സുഭഗം ശരണം തിരുജവസൽപുര വരദേ മമ ശരണം കരുണാകരമയനീ കൃപ കലരാതെ കഴിച്ചാൽ തരുമോ മഗജാവര ഹരിതൻ പദമണയാൽ അജനായ റസൂല. അപ്പൊ എല്ലാരും നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടല്ലോ, കണ്ടല്ലോ. അപ്പൊ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോസ് ആയിട്ട് ഓക്കെ, ബൈ ബൈ.